ഹായ്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വലിയ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി കൊണ്ടിരിക്കുകയാണ്. പല ആളുകളും അതിന് എതിരെ പ്രതികരിക്കുന്നുണ്ട്. സാമൂഹിക മേഖലയും സാംസ്കാരിക മേഖലയും സിനിമാ മേഖലയിലും ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂക്ക അതിനെതിരെ ഒരു പോസ്റ്റ് ഇട്ട് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം പല ആളുകളും ചില ടൈമിൽ പറയണം മലയാളത്തിൽ ഒരുപാട് സ്റ്റാർസ് ഉണ്ട്, നമ്മൾക്കൊന്നും ഒരു എന്താ പറയുക ഒരു വ്യക്തിത്വം ഇല്ല, അവരൊന്നും ഒരു കാര്യത്തിനും സംസാരിക്കാൻ. ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അതിനെ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് സഹായിച്ചും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനൊക്കെ വെട്ടി തുറന്ന് പറയുന്ന ഒരു പ്രകൃതം തന്നെ മമ്മൂക്ക പല കാര്യത്തിലും സംസാരിക്കും. അത് പലരും കണ്ണടച്ച് ഇരുട്ടാക്കുന്ന രീതിയിലാണ്. അദ്ദേഹം ഇന്ന് പറഞ്ഞത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്താണ് യുവത്വം. ആ യുവാക്കളുടെ വാക്ക് നമ്മൾ തീർച്ചയായും കേൾക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹം ഒരു ഒരു വക്കീലായതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു കാര്യം പറയാനുള്ള ഒരു അറിവുണ്ട്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ യുവാക്കൾ ഓരോ കാര്യങ്ങളിലും ഉയർന്നു വരികയാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ ഓരോ കാര്യങ്ങൾ സംരക്ഷിക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതൊന്നും കേൾക്കാതെ ഇതിനെതിരെ അടിച്ചമർത്തുമ്പോൾ അതിനെ എല്ലാവരും പ്രതികരിക്കുന്നുണ്ട്. ആ ഒരു പ്രതികരണം നമ്മുടെ മമ്മൂക്ക പറഞ്ഞു. അദ്ദേഹം പറഞ്ഞാൽ എന്താണ്, രാജ്യത്തിൻ്റെ സമ്പത്താണ് യുവാക്കൾ. ഈ യുവാക്കളുടെ വാക്ക് കേൾക്കാതിരിക്കുന്നത് വളരെ മോശമാണെന്നാണ് മമ്മൂക്ക പറയുന്നത്. അത് സത്യമായ കാര്യം. കാരണം അദ്ദേഹത്തിൻ്റെതായ കൃത്യമായ നിലപാട് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട്. അതില്ല എന്ന് പറഞ്ഞ് കുറേ വർഗീയവാദികൾ വരുമ്പോൾ അവരെ നമ്മൾ പടിയടച്ച് പിണ്ടം വെക്കണം ഞാൻ പറയും. കാരണം പല കാര്യങ്ങളും അദ്ദേഹം എന്ത് പറഞ്ഞാലും അതിനെ വിമർശിച്ചുകൊണ്ട് ഓരോരുത്തരും വരും. അതൊക്കെ സ്വയം അഭിപ്രായം പറയാനുള്ള കഴിവില്ലെങ്കിലും മറ്റുള്ളവരെ അഭിപ്രായം പറയുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും മുടക്കണം അല്ലെങ്കിൽ അതിനെ എന്തെങ്കിലും വിമർശിക്കണം എന്ന് പറഞ്ഞ് വരുന്ന കുറേ അതിന് പറയുന്ന വാക്ക് വളരെ മോശം. ഞാൻ ഈ ഒരു ഇങ്ങനെയുള്ളൊരു പ്ലാറ്റ്ഫോമിൽ അത് പറയുന്നില്ല. കാരണം സ്വയം അത് പറയുന്നില്ല. കാരണം അത് വളരെ മോശമായ കാര്യം. എന്തായാലും അദ്ദേഹം പറഞ്ഞത് വളരെ നല്ലൊരു തീരുമാനം. കാരണം അദ്ദേഹത്തിന് നിലപാടുണ്ട് എന്ന് നമുക്ക് ഇതിലൊക്കെ മനസ്സിലാവുന്നൊരു കാര്യം. സന്തോഷം.